മണി സദസ്സിന് വന്ദനം. ഇന്ന് നമ്മൾ അമ്മാവിന്റെ ഫാം ഹൗസിലെത്തി ഗൈസ്. നോക്കൂ, കർഷകയല്ല, ടീച്ചറാണ്. ഇതാണ് ഞാൻ വിളവെടുത്ത 2 വഴുതന. മൈ ഫേവറേറ്റ് വഴുതന. Then let's unbox the drum. മണി സദസ്സിന് വന്ദനം. ഇന്ന് നമ്മൾ പോയി പോകുന്നത് ഫാം ഹൗസ് വിസിറ്റ്. Yes. അമ്മാവൻസ് ഫാം ഹൗസ്. Who is Ammavan? This is the Ammavans. You can see. This is her Ammavan, not my Ammavan. My father. അമ്മാവിന്റെ പേരിലുള്ള മരോലു. അമ്മാവൻ നട്ട This is Chamanga. ചാപ്പക്ക പറിക്കുന്നു. How you know how to eat Chamanga? Of course. ഒരെണ്ണം കേടാ. ഒരെണ്ണം അങ്ങനല്ല. Hi guys. അടുക്കളക്ക് എന്തിനും ഗൈസ് പറയണ്ട. ഹായ് ഗൈസ് പറഞ്ഞോ, ഹായ് പറയണ്ട. ഹായ് പറയണ്ട. ഹലോ ഗൈസ്. ഹലോ പറയാവോ? ഹലോ. ഓക്കേ. How to eat Chamanga? This is Chamanga. അതാ. This is how you eat. എനിക്ക് റോഡ് കാണുന്നില്ല. ബലോ. അതെ ഇപ്പൊ നിൽക്കുന്ന അതാവില്ലേ? നിക്ക് പൊങ്ങിയില്ലല്ലോ. ഇവിടെ വീണിനാ എപ്പോ? എന്തിന് അങ്ങനെ ഇല വണ്ടി എടുത്തിട്ട് വന്നതാ. ഒരു ഉത്തരവാദി നിങ്ങളെ ഓ അന്നേ. നമ്മളെ ഫാം ഹൗസിലേക്കുള്ള വഴി അപകടം നിറഞ്ഞതും ചെറിയ 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 നേർത്ത വഴിയാണ്. കവുങ്ങിന്റെ കുണ്ട്. കവുങ്ങിലെ കുണ്ടിലാണ് നമ്മൾ കവുങ്ങ് വെക്കുന്നത്. ഓ ഈസി. അത് തെങ്ങ് വെക്കാൻ പറ്റൂലല്ലോ. അയ്യോ ഉപ്പ എന്നെ പിടിക്കേണ്ടി വരുമല്ലോ. ഉറങ്ങോ കൊട്ടോ ഇങ്ങോട്ട് പിടി. ഹെൽപ്പ് ഞാൻ വീഴുന്നു. കളി ഈസിയാക്കി. പിടിച്ചോളാം. വറക്കുന്നുണ്ട്. കയ്യും കാലും വറക്ക്. ഇരുന്നിട്ട് ഇറങ്ങടാ. ഈ മണ്ടനായിരിക്കും ആദ്യം വീണ്. വരുമോ? പിടിച്ചോളാം. ചെരുപ്പൂരി കൈ പിടിച്ചോ. എന്തായില്ല മണി. പനി ചെല്ലാം. വറക്കുന്നുണ്ട്. കയ്യും അമ്മാവിന്റെ ഫാം ഹൗസിലെത്തി ഗൈസ്. നോക്കൂ, ചക്ക പറിക്കുന്നത്. ചക്ക മരം. ഇത്
പൊതുവെ സൈഡിലല്ലേ നടത്താണ്ടേ അന്ത്യത് ഇവിടെ നമ്മൾ എന്ത് ചെയ്യും? അതിർത്തി കല്ല് കൊടുത്തു. പിന്നെ അതിർത്തി കല്ല് അത് പറഞ്ഞു കൊടുക്കുക. എന്താണ് അതിർത്തി കല്ല്? അറിയില്ല എനിക്ക് പറഞ്ഞു കൊടുക്കാൻ. ഇതാണ് അതിർത്തി കല്ല്. അതെയോ? വൗ. 5 മാസമായി. ഇതാണ് ഇത് എത്ര മാസം ആവുമ്പോ കുടിക്കല്? ഓക്കേ. ഓ അതിർത്തിക്കല്ല്. അതിർത്തിക്കല്ല് മീൻസ് യു എക്സ്പ്ലെയിൻ പ്ലീസ്. ഇത് അതിർത്തിക്ക് വേണ്ടി വെക്കുന്ന കല്ല്. ഓ എന്താ കല്ല് മാറ്റിട്ട് ഒരു വടി വെച്ചെങ്കില്? വടി വിൽ ബി അതിർത്തി വടി. കുറെ കഴിഞ്ഞാൽ വടി നമ്മൾ കാണാതെ പോകും. കല്ല് കോൺക്രീറ്റിന്റെ പ്രശ്നമാണ്. ഇതൊന്നും ആവില്ല. ഓ മൈ ഗോഡ്. അതിർത്തി is for 100 years 200 years. അതിർത്തി കല്ല് മാറ്റി വെക്കാൻ പറ്റൂലേ വന്ന് ആർക്കെങ്കിലും എടുത്തിട്ട്? ഇതാണ് മഞ്ഞള്. കളവെല്ലാം നശിപ്പിക്കുന്ന പുതു കിളികൾ വന്നിട്ട് കിളിയാ? അങ്ങനെ മഞ്ഞൾ ഇളക്കാൻ നിൽക്കണം. നല്ല മണമുണ്ട്. ഒരു മഞ്ഞളുണ്ടോ? മണം വരുന്നില്ലേ? മണമുണ്ടല്ലോ. ഇതെന്ത് മഞ്ഞള്? പിന്നെ മണമില്ല. മഞ്ഞളിന്റെ മണമുണ്ട്. പയറ് ഉള്ളിലോട്ട് പോയി പിടിച്ച് ഇത് നമ്മുടെ അത് കൊയക്കാ? ആ അല്ല പടവലങ്ങിയാ. നിങ്ങൾക്ക് ബൾക്കണ. വെൽക്കം ടു മൈ വെൽക്കം ടു അമ്മാവൻസ് പയർത്തോട്ടം. അമ്മാവൻ ഭയങ്കര പ്രൗഡാണ് അമ്മാവന്റെ കൃഷിയില്. അപ്പൊ അതൊക്കെ ഓരോന്ന് ഇങ്ങനെ കാണിച്ചു തരുന്നുണ്ട് അമ്മാവന്റെ. അത്ര വലിയ ചീര ചീര വിത്തെടുക്കാനാ? ഇങ്ങോട്ടെല്ലാം പിടിച്ചാ പച്ചമുളക് നോക്കൂ, ഇതെല്ലാം അമ്മാവിന്റെ അധ്വാനത്തിന്റെ ഫലം. വാടിയിട്ടുണ്ടല്ലോ കുറച്ച്. നമുക്കിനി എന്ത് സൂര്യകാന്തി തോട്ടം തുറക്കണം. പിടിക്കുന്നുണ്ട്. പയറെന്തെടുക്കാത്ത ഇപ്പൊ മുറിക്ക് വരയ്ക്കാത്തണ്ടേ? ടൊമാറ്റോ എടുത്തു. തക്കാളി, പച്ച തക്കാളി. ചോക്കണത്തിലല്ല പച്ച തക്കാളി തന്നെയാ. കീടബാധയ്ക്ക് പ്രതിരോധം. ഓ അങ്ങനെയെല്ലാം ഉണ്ടാ? അവൻ ചീര വിളവെടുക്കുന്നുണ്ടു. ഉണ്ട്. ഉണക്കാനിട്ട മഞ്ഞൾ. വെണ്ടക്കായ ഉണ്ട്, പടവലങ്ങ ഉണ്ട്, ചോളം ഉണ്ട്, തക്കാളി ഉണ്ട്, കൈപ്പക്ക ഉണ്ട്. അതെന്ത് ഈ പൂ പോലെയുള്ളതാ ചോളം? ഒരു മറ്റേ അത്. ഓ പൊങ്ങി തിന്നല്ലേ? ഞാൻ പിടിച്ചിട്ട് കണ്ടിട്ടില്ല. What is this? Sprinkler or sprinkler? How? Splendor. അല്ല, sprinkler or springer? Sprinkler. Spriya. Spring. Splendor display. Sprinkler. 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 അതെ സ്പ്രിങ് വെച്ചിട്ടല്ലേ പോന്നെ? അപ്പൊ സ്പ്രിങ്ക്ലർ അതിലോട്ട് സ്പ്രിങ് അതിങ്ങനെ അടിക്കുമ്പോ ഇങ്ങനെ സ്പ്രിങ് ആവുന്നില്ലേ? ടെക്നിക്കൽ നോളജ് ആയിരുന്നു. ഓ മൈ ഗോഡ്, നീ എന്തെന്ന് നിനക്ക് എന്തിയായിരുന്നേ? നിന്റെ അച്ഛന്റെ തോട്ടത്തിലുള്ള സാധനത്തിന്റെ ടെക്നിക്കൽ വശസ് ഒന്നും അറിയില്ല. അച്ഛന്റെ തോട്ടത്തിൽ എത്ര കൊല്ലായി? എന്റെ അച്ഛൻ്റെ ഇപ്പൊ 2 മാസം മുമ്പ്. ഇറ്റ്സ് ഓക്കേ, നെവർ മൈൻഡ്.
തെങ്ങല്ല അത് കിഴങ്ങ് മത്തങ്ങ കിഴങ്ങ് ഇത് ഇതാണ് കിഴങ്ങിന്റെ പണി ടപ്പിയോക്ക തെങ്ങ് അതാണ് കുളം തീർച്ചയായിട്ടും കുളം ഉണ്ടെങ്കിൽ പോയാ വരില്ല അതെങ്ങനെയാ പാട്ട് ശ്യാമസുന്ദര ഭൂമി ജനകോടികൾ തൻ വിശ്വസ്ത സ്ഥാപനമായ വിശ്വസ്ത സ്ഥാപനം ഇതിന്റെ കണ്ടോ പോകാൻ വില്ല ഇതെന്തേരാ അനാഥനെ പോലെ ഇവിടെ ഒറ്റക്ക് അത് വീട്ടില് അത് ഉണങ്ങി പോകുന്നുണ്ടായിരുന്നു. ഇവിടെ കൊണ്ടുവന്ന് പച്ച പിടിപ്പിച്ചു. ഇനിയിപ്പോ ഇവിടെ വഴുതന ബ്രിഞ്ചൽ ബൈനിങ്ങ ബൈനിങ്ങ ബ്രിഞ്ചൽ ബ്രൈറ്റ് വിളവെടുപ്പ് ബൈനിങ്ങ ബനിയ അതാണ് ബനിയ വൈറ്റ് ബ്രിഞ്ചൽ വിളവെടുപ്പ്. അറബികളുടെ ഇത് ചൈനക്കാര് നല്ല മീൻ ഫ്രൈ പോലെ ഫ്രൈ ആക്കും. ഇപ്പൊ നമ്മള് യൂട്യൂബിലുണ്ട് കൊറേ ആൾക്കാര് ബ്രിഞ്ചൽ ഫ്രൈ അത് ഉണ്ട വഴുതന അത് എന്റെ തൈ എനിക്ക് കിട്ടിയില്ല മേടിക്കണം ശരി സമർപ്പിക്കണം അത് മസാലയാക്കിട്ടേ നിങ്ങൾ രാവിലെ വരുന്നത് ഇങ്ങോട്ടേക്ക് എത്ര മണിക്ക് ആ അല്ല ഇതിന്റെ അറ്റകുറ്റപ്പണികൾക്കല്ലോ അതെല്ലാം പിന്നെ 7 മണിക്ക് വരും. നടത്താൻ കഴിഞ്ഞു. അത് കഴിഞ്ഞ് പിന്നെ 8 മണിക്ക് വീട്ടിൽ പോകും. പോയിട്ട് ചായ കുടിക്കും അമ്മായിനെ സ്കൂളിലെല്ലാം കൊണ്ടാക്കിയിട്ട് 9 മണിയാകുമ്പോൾ വീട്ടിൽ പോകും. എന്നിട്ട് വൈകുന്നേരം ആദ്യം ഒരു വരുത്തുണ്ടോ വീട് സ്കൂളിലാകുമ്പോൾ ഉച്ചക്കൊന്ന് പോകും ജസ്റ്റ്. യെസ് കമ്മിങ് ചായ ഉണ്ടോ ഫാം ഹൗസില് ചോദിക്ക് കർഷകന്റെ ഭാര്യ കർഷകി വരുന്നുണ്ട് കർഷകല്ല ടീച്ചറാണ് ടീച്ചർ വരുന്നുണ്ട് കർഷകനെ ഹെൽപ്പാക്കാൻ വേണ്ടിട്ട് വീഡിയോ എടുക്കുന്നതുകൊണ്ട് ആടുന്ന മടി പോയി അമ്മാവിന്റെ പറ്റി ഭയങ്കര അമ്മാവിനെ ഹെൽപ്പാക്കാൻ വേണ്ടിയിട്ടുണ്ടല്ലോ അയ്യോ ചെറുതല്ലോ അത് കുറച്ചാ ഇങ്ങനെയുണ്ട് മതി. വേണ്ടേ അത് കുറച്ചാ എപ്പോ ഇവിടെ വന്നതിൽ എത്തിയിട്ടില്ല. Yes, ഇതാണ് ഞാൻ വിളവെടുത്ത 2 വഴുതന മൈ ഫേവറേറ്റ് വഴുതന ഇങ്ങനെ ഇവിടെ വന്ന് ഇങ്ങനെ guys farmhouse visit fertilizer തീർന്നതാണ്. ചാക്കിൽ ഒരു കിലോനുണ്ട്. കിണ്ടൽ സ്പ്രിംഗ്ലർ സ്പ്രിംഗ്ലർ ഇപ്പൊ ഇട്ട് കഴിഞ്ഞാൽ നനയും വേണമെങ്കിലും ഇട്ടുതരാം. നല്ല സ്പ്രേ ആണെന്നാണ്. എന്നാ നമുക്ക് ഇട്ടിട്ട് നോക്കാല നല്ല ഫാം ഹൗസ് മോട്ടർ ഷെഡ് വേണേ സ്പ്രിംഗ്ലർ ഇട്ട് കഴിഞ്ഞാൽ സ്പ്രിംഗ്ലർ ഇടാനാ സ്പ്രിംഗ്ലർ ഇടാനാ എല്ലാരും പോയിട്ട് അറ്റ്ലീസ്റ്റ് ഓൺ ആക്കി ബാഗിലോട്ട് പോകുന്നില്ല ഇല്ല
അത് ഇപ്പൊ കുറച്ചേ തുറന്നില്ല അതുകൊണ്ട് നല്ല ഫോഴ്സ് അപ്പൊ നമ്മ അമ്മാവിന്റെ ഫാം ഹൗസ് എന്റെ ഫാം വിസിറ്റ് ചെയ്തു. മാർഗിട്ട് വീട്ടിൽ പോകുന്നുണ്ട് ഗായ്സ്. എല്ലാം കഴിഞ്ഞു ഗൈസ്. അപ്പൊ എല്ലാവർക്കും അമ്മാവിന്റെ ഫാം ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. നമുക്ക് ലെറ്റ്സ് അൺബോക്സ് ദ ഡ്രം. One by one, എല്ലാവരും സ്മെല്ലാക്കും. കുറച്ച് ഇപ്പുറത്തുനിന്ന് വന്നിട്ട്. ഗൈസ്, ഈ കാണുന്ന തോട്ടവും ആ കാണുന്ന മലയും വേണമെങ്കിൽ ആ സൂര്യനും എല്ലാം അമ്മാവന്റെ കേട്ടോ. ഈ മലയില്ല കേട്ടോ. ഈ വാഴയും അമ്മാവന്റെ സ്വന്തം. പച്ചക്കറി ഇത് കോയക്ക ഉണ്ട്. കോയക്ക, ബൈനിങ്, വണ്ടക്ക, ചീര. ഇതാണ് ഇന്ന് വിളവെടുത്ത് വൈനിങ്ങ. വൈനിങ്ങ ഉണ്ട്, പിന്നെ വണ്ടക്കായ ഉണ്ട്, കോയക്ക ഉണ്ട്, പയറെടുത്തോണ്ടിരിക്കുന്നുണ്ട്, ചീര ഉണ്ട്. അപ്പം നമ്മൾ അങ്ങനെ അമ്മാവിൻ്റെ കൃഷിത്തോട്ടവും കൃഷിസ്ഥലവും ബാക്കിയെല്ലാം കണ്ടിട്ട് നമ്മൾ നേരെ തിരിച്ച് വീട്ടിൽ പോയി കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അമ്മാവിൻ്റെ കൃഷിത്തോട്ടവും എൻ്റെ ഈ വീഡിയോ എല്ലാം ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ.